ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു കോസ്റ്റ് ഓഫ് ഡെപ്റ്റാണ് പഠിച്ചത്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ്. റെഡീമബിൾ ഡെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ ആ ഡിബഞ്ചറിൻ്റെ ക്യാഷ് നമ്മളത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അതിന് മുമ്പ് പഠിച്ചത് നമ്മൾ ഇറഡീമബിൾ ആയിരുന്നു, അതായത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ട. എന്നാണോ നമ്മുടെ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പഠിച്ചത് റെഡീമബിൾ ആണ്. ഒരു ഫിക്സഡ് പീരീഡ് ക്വസ്റ്റ്യനിൽ എന്തായാലും പറഞ്ഞിരിക്കും. ആ പീരീഡിനുള്ളിൽ നമ്മൾ അവരുടെ നിന്ന് മേടിച്ച ക്യാഷ് തിരിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ പഠിച്ചത്. ഇക്വേഷനും പഠിച്ചു. നേരത്തേക്കാളും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഇക്വേഷൻ ആയിരുന്നു. അതിലത്തെ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം. എ 5-year ₹100 debentures are sold for ₹96.5. Coupon rate is 14%. The debentures will be redeemed at a 5% premium on maturity. Tax rate 40%. Calculate KD. Okay. അപ്പോൾ ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ആദ്യം എന്താ നോക്കേണ്ടത്, നമ്മൾ ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കണം. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ്, തന്നിട്ടില്ലെങ്കിൽ ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. I × 1 - t + 1/n × mv - np ഡിവൈഡഡ് ബൈ 1/2 × mv + np × 100. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഐ കണ്ടുപിടിക്കണം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ്. എത്ര പെർസെൻറ്റേജ് ആണ്? ആ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും, ചിലപ്പോൾ കൂപ്പൺ റേറ്റ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ. എത്രയാണ്? 14% ആണ്. എത്രയാണ് ഫേസ് വാല്യൂ? 100 ആണ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉപയോഗിക്കേണ്ട. ജസ്റ്റ് ഫേസ് വാല്യൂ വെച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 100ൻ്റെ എത്ര ശതമാനം നമ്മൾ കൊടുക്കണം? 14% നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ I = 100 × 14%. എത്ര കിട്ടും നമുക്ക്? 14 rupees-ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അടുത്തത് n എത്രയാണ്? a 5-year. അപ്പോൾ n എത്രയാണ്? 5 കിട്ടി. ദെൻ മെച്യൂരിറ്റി വാല്യൂ. മെച്യൂരിറ്റി വാല്യൂ എന്താണെന്നാണ് ഇന്നലെ പറഞ്ഞത്, നമ്മൾ റിഡീം ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് തിരിച്ചു കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ഡിബഞ്ചേഴ്സ് വിൽ ബി റിഡീംഡ് അറ്റ് 5% പ്രീമിയം ഓൺ മെച്യൂരിറ്റി. അതായത് നമ്മൾ റിഡംഷൻ, അപ്പം MB കാണുമ്പോൾ റിഡംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യനിലെ റിഡംഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഫേസ് വാല്യൂ തന്നെ നമ്മൾ റിഡംഷൻ എമൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ മേടിച്ച കാശ് തന്നെ തിരിച്ചു കൊടുത്തു. ഒന്നും കൂട്ടാനും നിന്നില്ല, കുറയ്ക്കാനും നിന്നില്ല. അത് റിഡംഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഡിബഞ്ചേഴ്സ് വിൽ ബി റിഡീംഡ് അറ്റ് 5% പ്രീമിയം ഓൺ മെച്യൂരിറ്റി. നമ്മൾ മെച്യൂരിറ്റിയിൽ ഈ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിലാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് കണ്ടുപിടിക്കാം. MV = പ്രീമിയം ആയതുകൊണ്ട് ആഡ് ചെയ്യണം. 100 + 100ൻ്റെ 5%. 5% പ്രീമിയത്തിലാണല്ലോ. അപ്പോൾ 100 + 100ൻ്റെ 5%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 105 ആണ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തത് എന്താണ്? NP കണ്ടുപിടിക്കണം. NP എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. A 5-year ₹100 debentures are sold for ₹96.5. അതായത് 100 രൂപ വിലയുള്ളത് ഞാൻ വിറ്റേക്കണത് പബ്ലിക്കിന് കൊടുത്തേക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 96.5-നാണ്. ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ടിന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് ഇന്നലെ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 96.5-ന്ന്. അപ്പോൾ അത് നമ്മൾ വിറ്റു. അപ്പോൾ നമ്മുടെ അതാണ് നമ്മുടെ നെറ്റ് പ്രോസസ്. അത് വിറ്റിട്ട് നമുക്ക് എത്ര കാശ് കിട്ടും? 96.5. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എത്രയാണ് NP എത്ര തന്നെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാം? 96.5 ആണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടില്ല. ഓൾറെഡി കുറച്ച് എമൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ദെൻ ടാക്സ് റേറ്റ് 40% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെസിമലാക്കിയിട്ട് 0.4 എഴുതി. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷനിൽ കൊടുക്കുക. 14 × 1 - 0.4 + 1/5 × MV 105 - NP 96.5 ഡിവൈഡഡ് ബൈ 1/2 × 105 + 96.5. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞോണം തന്നെ എന്ത് ചെയ്യണം? ആദ്യം 14 × 1 - 0.4 എത്രയാണ്? 0.6 ആണ്. അപ്പോൾ 14 × 0.6 കാണാം. അപ്പോൾ നമുക്ക് 8.4 കിട്ടും. ദെൻ എന്ത് ചെയ്യുക? 105 - 96.5 കാണുക.
അതിൽ നിന്ന് ഡിവൈഡഡ് ബൈ 5 കാണാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.7 കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ ദെൻ 105 പ്ലസ് 96.5 ഡിവൈഡഡ് ബൈ 2 കാണാം. അപ്പം നമുക്ക് 100.75 കിട്ടും ഇൻറ്റു 100. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും? 10.02 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? KD കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേഷനിൽ ഇട്ടിട്ട് കാൽക്കുലേഷൻ തെറ്റിക്കരുത് കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? 14നെ ആദ്യം 1 മൈനസ് 0.4 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.6 കിട്ടും. അതിനെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതവിടെ വെക്കുക. ദെൻ അടുത്തത് നോക്കുക. 105ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുക? 96.5 കുറയ്ക്കുക. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് അവിടെ വെക്കുക. ദെൻ താഴത്തുള്ളതിനെ 105 പ്ലസ് 96.5 ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇക്വേഷനിൽ അത് കൊടുത്താൽ നമുക്ക് ആൻസർ 10.02 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് KDയിലെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മെച്യൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും NP കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെയാണ് സാധാരണ മിസ്റ്റേക്ക് വരുത്താറ്. മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ റിഡംഷൻ പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ചിലപ്പോൾ മേടിച്ച കാശ് തന്നെ തിരിച്ചു കൊടുക്കും, ചിലപ്പോൾ അതിനേക്കാൾ കൂട്ടി കൊടുക്കും, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് കൊടുക്കും. NP പിന്നെ നമ്മൾ നേരത്തെ റെഡിമെബിളിലും പഠിച്ചിട്ടുള്ളതാണ്. എല്ലാതും കഴിഞ്ഞിട്ട് കമ്പനിയുടെ കയ്യിലേക്ക് എത്ര രൂപ കിട്ടണോ അതിന് വിളിക്കുന്ന പേരാണ് NP എന്ന് പറയുന്നത്. ഇത് രണ്ടും കാൽക്കുലേഷൻ കറക്റ്റ് ആക്കിയാൽ നമുക്ക് ഇത് പ്രോബ്ലം വേഗം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 10,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹10 each ആൻഡ് റേസ് ₹95,000 ആഫ്റ്റർ allowing 5% കമ്മീഷൻ. റിഡംഷൻ പീരീഡ് ഈസ് 10 years. കാൽക്കുലേറ്റ് KD. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസമുള്ളതാണ്. ആദ്യം നമുക്ക് എന്താ തീരുമാനിക്കേണ്ടത്? ആഫ്റ്റർ ടാക്സ് വേണം ബിഫോർ ടാക്സ് വേണം നമ്മൾ നോക്കണം. ക്വസ്റ്റ്യൻ്റെ ടാക്സ് റേറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ബിഫോർ ടാക്സേ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അതിൻ്റെ ടാക്സ് റേറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ടാക്സ് റേറ്റ് തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ബിഫോർ ടാക്സ് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ ഇക്വേഷൻ എഴുതുക. I + 1 ഡിവൈഡഡ് ബൈ N ഇൻറ്റു MV മൈനസ് NP ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV പ്ലസ് NP ഇൻറ്റു 100. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര ഡിബഞ്ചേഴ്സ് ആണുള്ളത്? 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഡിബഞ്ചേഴ്സിൻ്റെ നമ്പറാണ് തന്നിരിക്കുന്നത്. എൻ്റെ കമ്പനിയിൽ 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഒരു ഷെയറിന് 10 രൂപ വെച്ച്. അപ്പോൾ എത്രയായിരിക്കും മൊത്തം വാല്യൂ? 10,000 ഇൻറ്റു 10. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ മാത്രം തന്നിട്ടുള്ള നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിൻ്റെ മുകളിൽ വെച്ച് കണ്ടു? ഫേസ് വാല്യൂൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? നേരത്തെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫേസ് വാല്യൂ മാത്രം വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ I = 10,000 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് മൊത്തം വില ഇൻറ്റു അതിൻ്റെ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 10%. അപ്പോൾ 10,000 ഇൻറ്റു 10 1 lakh കിട്ടും. 1 lakhൻ്റെ 10% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000. അത് ക്ലിയർ ആയില്ലേ? നമ്പറും തന്നിട്ടുണ്ട്, ഫേസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന് മുകളിൽ വേണം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ദെൻ N എത്രയാണ്? റിഡംഷൻ പീരീഡ് ഈസ് 10 years. അപ്പോൾ N 10 ആണ്. മെച്യൂരിറ്റി വാല്യൂയിൽ കൊടുക്കുന്ന എമൗണ്ടിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുക്കണം? നമ്മുടെ ഫേസ് വാല്യൂ തന്നെ എടുക്കണം. ടോട്ടൽ ഫേസ് വാല്യൂ എത്രയാണ്? 10,000 ഇൻറ്റു 10 1 lakh ആണ് നമ്മുടെ ഫേസ് വാല്യൂ. അപ്പോൾ 1 lakh നമ്മൾ എടുത്തു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചു ഫേസ് വാല്യൂ തന്നെയാണ് റിഡംഷൻ എമൗണ്ട് എന്നുള്ള അസംഷനിൽ നമ്മൾ 1 lakh തന്നെ എടുത്തു. ദെൻ NP, അവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി തുടക്കം തൊട്ട് വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 10,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each ആൻഡ് റേസ് ₹95,000. അതായത് 10,000 ഡിബഞ്ചേഴ്സ് 10 രൂപ വെച്ച് 1,00,000 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഞാൻ ഇഷ്യൂ ചെയ്തത്. ബട്ട് ഇറ്റ് ക്യാൻ റേസ് ഓൺലി 95,000 ആണ് അവർക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആഫ്റ്റർ allowing 5% കമ്മീഷൻ, 5% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര കിട്ടിയുള്ളൂ? 95,000 കിട്ടിയുള്ളൂ.
അപ്പം നമ്മുടെ NP എത്രയായിരിക്കും? 95,000 ആയിരിക്കും. മനസ്സിലായ? 1,00,000 രൂപ വിലയുള്ള ഡിബഞ്ചറും ഇഷ്യൂ ചെയ്ത് അപ്പോൾ എനിക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 95,000 കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ NP എത്രയാണ് എടുക്കേണ്ടത്? 95,000 ആയിട്ടാണ് എടുക്കേണ്ടത്. എങ്ങനെയാണ് ഈ 1,00,000 95,000 ആയത്? നമ്മൾ 5% കമ്മീഷൻ കൊടുത്തത് കൊണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആഫ്റ്റർ അലൗവിങ് 5% കമ്മീഷൻ. അതായത് 1,00,000-ന്റെ 5% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി എനിക്ക് എത്ര രൂപ കിട്ടി? 95,000 rupees കിട്ടി. ചിലർ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഈ 95,000-ന്റെ 5% കണ്ടിട്ട് കമ്മീഷൻ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് സാധാരണ കുറയ്ക്കാറില്ലേ, അതുപോലെ കുറയ്ക്കും. അത് ആവശ്യമില്ല, തെറ്റാണ്. ആക്ച്വലി ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സെൻറ്റൻസിൻ്റെ ആവശ്യമില്ല. അതായത് റേസ് 95,000 ആഫ്റ്റർ അലൗവിങ് 5% കമ്മീഷൻ തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അവർ കുറച്ച എമൗണ്ട് ആണ് 95,000. പിന്നെ വീണ്ടും എങ്ങനെയാണ് ഈ 95,000 വരണമെന്ന് തന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. തെറ്റിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ക്ലോസ് അവിടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ കമ്പനി 1,00,000 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് എത്ര രൂപയെ മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ? 95,000 rupees മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് 95,000 വന്നത്? 5% കമ്മീഷൻ കൊടുത്തിട്ട്. അതായത് 1,00,000-ന്റെ 5% എത്രയാണ്? 5,000. അത് 1,00,000-ൽ നിന്ന് 5,000 കുറച്ചപ്പോഴാണ് 95,000 കിട്ടിയത്. അപ്പം തെറ്റിക്കരുത്. വീണ്ടും 95,000 rupees-ന്റെ 5% കണ്ടിട്ട് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓൾറെഡി 5% കുറച്ച എമൗണ്ട് ആണ് എത്ര? 95,000 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ NP ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ? തെറ്റിക്കരുത് കേട്ടോ. വേറെ ടാക്സ് റേറ്റ് ഇല്ല, അപ്പോൾ പിന്നെ T എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. I എത്രയാണ്? 10,000 പ്ലസ് 1/n10 ഇൻറ്റു MV 1,00,000 മൈനസ് NP 95,000 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV 1,00,000 പ്ലസ് 95,000 NP ഓൾ ഇൻറ്റു 100. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തോണം തന്നെ ചെയ്യുക. ഇതിൽ പിന്നെ ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ 10,000 പ്ലസ് ആദ്യം എന്ത് ചെയ്യണം? 1,00,000-ൽ നിന്ന് 95,000 കുറച്ച് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതവിടെ ഇടാം. ദെൻ 1,00,000-ഉം 95,000-ഉം ആഡ് ചെയ്ത് വൈഡ്രൂ ചെയ്യുക. അത് രണ്ടും കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 10.76% നമുക്ക് എന്തായിട്ട് കിട്ടും? KD ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ₹10 lakh 10% ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. Flotation cost is ₹30,000. Debentures are redeemable after 5 years at a premium of 5%. Tax rate 50%. Calculate KD. ഇതിലെല്ലാതും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യണം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് തുടങ്ങാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റെ ഇക്വേഷൻ എഴുതുക? ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതുക. I ഇൻറ്റു 1 - T പ്ലസ് 1/n ഇൻറ്റു MV മൈനസ് NP ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV പ്ലസ് NP ഇൻറ്റു 100. എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുക. അത് എഴുതിയാൽ തന്നെ പകുതി നമുക്ക് പഠിച്ചു കഴിയും. ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിലത് കിടന്നോളും. അപ്പോൾ അത് എഴുതുക. ഒരു പ്രാവശ്യം എഴുതി നിർത്തല്ല. എല്ലാ പ്രോബ്ലത്തിനും ഇക്വേഷൻ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വീണ്ടും അത് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. എത്രയാണ് ഡിബഞ്ചേഴ്സ്? റുപ്പീസാണ് തന്നിരിക്കുന്നത്. നമ്പർ തന്നിട്ടില്ല, ഫേസ് വാല്യൂ തന്നിട്ടില്ല. മൊത്തം 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. റുപ്പീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ, അതിന് 10% ഇൻട്രസ്റ്റ്. അപ്പോൾ 10 lakhs-ന്റെ 10%. അപ്പോൾ I എത്ര വന്നു? 1 lakhs കിട്ടി. ദെൻ N എത്രയാണ്? റെഡീമബിൾ ആഫ്റ്റർ 5 years. അപ്പോൾ N = 5. ദെൻ മെച്യൂരിറ്റി വാല്യൂ. എങ്ങനെയാണ് അവർ റിഡീം ചെയ്യണത്? ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ പ്രീമിയം ഓഫ് 5%. റിഡംഷൻ നടത്തണത്, നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 5% പ്രീമിയത്തിൽ. അവിടെ ഡിസ്കൗണ്ടും വരുന്നുണ്ട്, പ്രീമിയവും വരുന്നുണ്ട്. തെറ്റിക്കരുത്. ഏതിനാണോ ഡിസ്കൗണ്ട്, ഏതിനാണ് പ്രീമിയം എന്ന് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ. അപ്പോൾ ഏതിനാണ് പ്രീമിയം വരുന്നത്? മെച്യൂരിറ്റി വാല്യൂക്കാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ MV = 5% ആണ് പ്രീമിയം. പ്രീമിയം ആയാൽ ആഡ് ചെയ്യണം. 10 lakhs പ്ലസ് 10 lakhs-ന്റെ 5%. അപ്പോൾ എത്ര കിട്ടും? 10,50,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടുക. ക്ലിയർ? നമ്മൾ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. 5% പ്രീമിയം. അപ്പോൾ 10 lakhs-നോട് കൂടി 10 lakhs-ന്റെ 5% ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും?
10,50,000 കിട്ടും. അടുത്ത് ഇനി എന്ത് കണ്ടുപിടിക്കണം? NP കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഇഷ്യൂ വന്നേക്കുന്നത്? തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഇഷ്യൂ നടത്തിയത് 5% ഡിസ്കൗണ്ടിലാണ്. അതായത് 5% നമ്മൾ കുറയ്ക്കണം. അപ്പോൾ എഴുതാം NP ഈക്വൽ 10 lakhsൽ നിന്ന് 10 lakhsൻ്റെ 5% ലെസ് ചെയ്യുക. ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്യണം. 5% ആണ്. 10 lakhsൽ നിന്ന് 10 lakhsൻ്റെ 5% ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,50,000 കിട്ടും. ഓക്കെ, അപ്പോൾ NP കിട്ടി. ഇനി NP അവസാനിപ്പിക്കാറായിട്ടില്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ നോക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. എത്രയാണ്? 30,000 ആണ്. അപ്പോൾ ഈ 9,50,000ൽ നിന്ന് 30,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9,20,000 കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആക്ച്വൽ NP എത്രയാണ്? 9,20,000 ആണ്. ഓക്കെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു. അപ്പോൾ അത് കുറച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കുറച്ചു? ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടിയും കുറച്ചു. ഇന്നലെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ സപ്പോസ് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജിലാണ് തന്നിരുന്നെങ്കിൽ നമ്മൾ ഏതിൻ്റെ മുകളിലാണ് കാണേണ്ടത്? നമ്മൾ NPയിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ച ആ 9,50,000ൻ്റെ മുകളിലാണ് എന്ത് കാണേണ്ടത്? ഈ ഡിസ്കൗണ്ട് റേറ്റ് കാണേണ്ടത്. ശ്രദ്ധിക്കണം, ഡിസ്കൗണ്ട് റേറ്റ് അല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ. ഇവിടെ കുഴപ്പമില്ല, എമൗണ്ട് തന്നു. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ പെർസെൻറ്റേജ് ആണ് തന്നിരുന്നത്. അങ്ങനെ പെർസെൻറ്റേജ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് തരണതെങ്കിൽ നമ്മൾ പ്രീമിയമോ ഡിസ്കൗണ്ടോ വല്ലതും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് കാണേണ്ടത്. ഇന്നലെ പറഞ്ഞതാണ്, ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞെന്നുള്ള. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ NP കണ്ടുപിടിച്ചു, ഡിസ്കൗണ്ടും കുറച്ചു, ഫ്ലോട്ടേഷൻ കോസ്റ്റും കുറച്ച്. നമുക്ക് NP എത്ര കിട്ടി? 9,20,000 കിട്ടി. ദെൻ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 50%. അപ്പോൾ 0.5 എഴുതി. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 1 മൈനസ് T എത്രയാണ്? 5 പ്ലസ് 5 അല്ല 0.05 50% അല്ലേ? അപ്പോൾ 0.5 പ്ലസ് 1/n എത്രയാണ്? 5 ഇൻറ്റു MV 10,50,000 മൈനസ് NP 9,20,000 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV 10,50,000 പ്ലസ് NP 9,20,000 ഹോൾ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.72% കിട്ടും. 7.715 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എത്രയാക്കാം? 7.72. മോർ ദാൻ 5 ആയാൽ നമുക്ക് റൗണ്ട് ചെയ്യാം. 72% ആണ് നമ്മുടെ KD കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ള ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി തന്നെയാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇഷ്യൂവിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നു, ഫ്ലോട്ടേഷൻ കോസ്റ്റും വന്നിട്ടുണ്ട്, റിഡംഷനിലും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നു. ഇത് പഠിച്ചാൽ നിങ്ങളുടെ ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു ക്ലിയറായി. അപ്പോൾ ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് KD തെറ്റുകൂടാണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A 20-year 12.5% debentures of a firm are sold at a rate of ₹75. The face value of each debenture is ₹100. Tax rate is 50%. Calculate KD. ഒരു സിമ്പിൾ പ്രോബ്ലം, പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇല്ലാത്തൊരു പ്രോബ്ലം. നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആദ്യം ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ആഫ്റ്റർ ടാക്സ് ആണ് കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുക. I into 1 minus T plus 1/n into MV minus NT divided by 1/2 into MV plus NP into 100. നമുക്ക് ഇനി ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? I കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. എന്താണ് തന്നിരിക്കുന്നത്? ഫേസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത പോലെ തന്നെ ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 100 രൂപ. എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 12% ആണ്. 12.5% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ 100 ഇൻറ്റു 12.5%. അപ്പോൾ നമുക്ക് I എത്ര കിട്ടും? 12.5 തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ദെൻ അടുത്ത എന്താണ്? N എത്രയാണ്? 20. അത് എഴുതി, N20 എന്ന് എഴുതി. ദെൻ മെച്യൂരിറ്റി വാല്യൂ. റിഡംഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫേസ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. സോൾഡിൻ്റെ തന്നിട്ടുണ്ട്. മെച്യൂരിറ്റി വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫേസ് വാല്യൂ തന്നെ എടുക്കുക. MV is equal to 100. NP എന്താ പറഞ്ഞേക്കുന്നത്? ഓഫ് എ ഫേം ആർ സോൾഡ് അറ്റ് എ റേറ്റ് ഓഫ് 75 rupees. 100 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ വിറ്റേക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 75 രൂപയ്ക്കാണ്. അപ്പോൾ കമ്പനിക്ക് എത്ര രൂപയെ കിട്ടുള്ളൂ? 75 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ NP ആയിട്ട് വരിക. NP is equal to
75. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അവർ ഡിസ്കൗണ്ടാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണു വിറ്റേക്കണത് 75 റുപ്പീസിനാണ്. അപ്പോൾ NP എത്രയായിട്ട് എടുക്കുക? 75 റുപ്പീസ് ആയിട്ട് എടുക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് ലെസ് ചെയ്യാനൊന്നുമില്ല. ദെൻ ടാക്സ് റേറ്റ് 0.5 ആണ്. നമുക്ക് 50% ആയതുകൊണ്ട് 0.5 നമ്മൾ എഴുതി. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ഐ എത്രയാണ്? 12.5 ഇൻറ്റു 1 മൈനസ് ടി എന്ന് പറയുന്നത് 0.5 പ്ലസ് 1/n എന്ന് പറയുന്നത് 20 ഇൻറ്റു MV 100 മൈനസ് NP 75 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു NV 100 പ്ലസ് NP 75 ഹോൾ ഇൻറ്റു 100. ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 8.57 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് സിമ്പിൾ പ്രോബ്ലം, പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത, എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് ആ ടേംസ് എടുത്ത് എഴുതുക. നമുക്ക് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 8.57 നമുക്ക് കേടി കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഹാവിംഗ് കൂപ്പൺ റേറ്റ് ഓഫ് 14%, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 10%, ഫേസ് വാല്യൂ 100 rupees, 100, tax rate 35%. The debentures are redeemed after 5 years at a premium of 10%. Find the KD. Okay. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതാം. ദെൻ നമുക്ക് ഓരോ ടേംസ് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഐ കണ്ടുപിടിക്കണം. ഇവിടെയും എന്ത് തന്നിട്ടില്ല? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല, ഫേസ് വാല്യൂ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എത്രയാണ് ഫേസ് വാല്യൂ? 100 ആണ്. 100ൻ്റെ എത്രയാണ് കൂപ്പൺ റേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. 100ൻ്റെ 14%, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ദെൻ അടുത്ത എന്താണ്? എൻ എത്രയാണ്? ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years. അപ്പോൾ എൻ എത്രയാണ്? 5 എഴുതി. ദെൻ മെച്യൂരിറ്റി വാല്യൂ. എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് എ പ്രീമിയം ഓഫ് 10%. റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. എത്ര ശതമാനം? 10%. അപ്പോൾ അതാണ് മെച്യൂരിറ്റി വാല്യൂവിൽ, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. 100ൻ്റെ 10% കണ്ടിട്ട് അത് 100നോട് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ MV ഈക്വൽ 100 പ്ലസ് 100ൻ്റെ 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 110. അപ്പോൾ നമുക്ക് മെച്യൂരിറ്റി വാല്യൂ എത്ര കിട്ടും? 110 കിട്ടും. കൃത്യമായിട്ടോട് പറഞ്ഞതുകൊണ്ട് റെഡീം ചെയ്യണത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ 110 കിട്ടി. അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? NP കണ്ടുപിടിക്കണം. NPക്ക് എന്താ പറഞ്ഞേക്കണത്? ഡിസ്കൗണ്ടും പ്രീമിയം ഒന്നും പറഞ്ഞിട്ടില്ല. കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഹാവിംഗ് കൂപ്പൺ റേറ്റ് 14%, ഫ്ലോട്ടേഷൻ 10% വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ടോ പ്രീമിയോ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. പക്ഷെ എന്ത് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ NP എന്ന് എഴുതുക. NP ഇസ് ഈക്വൽ ടു 100, നമ്മൾ ലെസ്സാണ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ്സാണ് ചെയ്യേണ്ടത്. 100 മൈനസ് 100ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. അപ്പോൾ NP 90. ക്ലിയർ ആയില്ലേ? അതായത് ഡിസ്കൗണ്ടോ പ്രീമിയം ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉള്ളത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂവിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. 100ൻ്റെ 10% 100ൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് NP എത്ര കിട്ടും? 90 കിട്ടും. പിന്നെ അടുത്തത് ടാക്സ് റേറ്റ് ആണ്. 35% ആണ്. 0.35. ഓക്കെ. അപ്പോൾ എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷനിലിടാം. എത്ര ഇൻട്രസ്റ്റ്? 14 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 0.35 പ്ലസ് 1/n എത്രയാണ്? 5 ഇൻറ്റു MV 110 മൈനസ് NP 90 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു MV 110 പ്ലസ് NP 90 ഹോൾ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13.10% നമുക്ക് KD ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്, അതായത് രണ്ടിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. റിഡംഷൻ പ്രീമിയത്തിലും അതുപോലെ NPയിൽ നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് KD ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. ഏതാണ്ട് നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഒരു പ്രോബ്ലമാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമല്ല. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഹാവിംഗ് കൂപ്പൺ റേറ്റ് ഓഫ് 14%, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15%, ഫേസ് വാല്യൂ ₹100, tax rate 35%. The debentures are redeemable after 5 years at a discount of 5%. Calculate KD.
നേരത്തേക്കാളും 2 വ്യത്യാസമുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ മാറ്റം വന്നു. അതുപോലെ നേരത്തെ റിഡംഷൻ പ്രീമിയത്തിലായിരുന്നു, ഇത് ഡിസ്കൗണ്ട്. ഈ 2 മാറ്റങ്ങളുള്ള ഈ പ്രോബ്ലത്തിൽ നമുക്ക് വേഗം വർക്കൗട്ട് ചെയ്യാം. ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതാം. ഇനി നമുക്ക് ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് നേരത്തെ പോലെ സെയിം തന്നെയാണ്. ഫേസ് വാല്യൂ മാത്രമേ തന്നിട്ടുള്ള, നമ്പർ തന്നിട്ടില്ല. അപ്പോൾ ഫേസ് വാല്യൂൻ്റെ മുകളിൽ എത്ര ശതമാനമാണ് കൂപ്പൺ റേറ്റ്? 14%. 100 × 14%. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 കിട്ടി. എൻ എത്രയാണ്? 5 ഇയർ ആണ്. 5 ഇയേഴ്സ് എഴുതി. എം വിയിൽ വ്യത്യാസം വന്നു. ഇങ്ങനെ റിഡീമബിൾ ആഫ്റ്റർ 5 ഇയേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഇത് ഡിസ്കൗണ്ടിലാണ് റിഡംഷൻ നടത്തുന്നത്. നേരത്തെ പ്രീമിയത്തിലായിരുന്നു, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ഇത് ഡിസ്കൗണ്ടിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 100ൽ നിന്ന് 100ൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 5% ആയത് ലെസ് ചെയ്യണം. അപ്പോൾ 100 - 100 × 5% എത്രയാണ്? 95 റുപ്പീസ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടി, റിഡംഷൻ ഡിസ്കൗണ്ടിലായതുകൊണ്ട്. അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എൻ പി കണ്ടുപിടിക്കണം. എൻ പി പ്രീമിയം ഡിസ്കൗണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇഷ്യൂ, പക്ഷേ അതിന് എന്ത് വന്നിട്ടുണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫേസ് വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. എൻ പി ഈസ് ഈക്വൽ ടു 100 - 100ൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15% ആണ്. 100ൻ്റെ 15% നമ്മൾ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ പി എത്ര കിട്ടും? 85 റുപ്പീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ പി കിട്ടി. ടാക്സ് റേറ്റ് എത്രയാണ്? 35% ആണ്. അപ്പോൾ 0.35. അപ്പോൾ നമ്മൾ എല്ലാ ടേംസും കണ്ടുപിടിച്ചു. ഇക്വേഷനിൽ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 14 × 1 - ടാക്സ് റേറ്റ് 0.35 പ്ലസ് 1/, ഇയർ എത്രയാണ്? 5 × MV 95 - NP 85 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 × MV 95 പ്ലസ് NP 85 ഹോൾ × 100. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12.33% ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? KD ആയിട്ട് കിട്ടുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ ആകെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. MVയും ശ്രദ്ധിക്കുക, NPയും ശ്രദ്ധിക്കുക. MV എന്ന് പറയുകയാണെങ്കിൽ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ എത്ര തിരിച്ചു കൊടുക്കണം, അത് ചിലപ്പോൾ ഡിസ്കൗണ്ട് ആവാം, അല്ലെങ്കിൽ പ്രീമിയം ആകാം. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫേസ് വാല്യൂ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് NP എത്രയാണ് കമ്പനിക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അവർ ഇഷ്യൂ സോൾഡ് അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാന്നാണ് പറയുക. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലാവാം. ചിലപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് തരും, ചിലപ്പോൾ എമൗണ്ട് ആയിട്ട് തന്നെ തരും. അത് നോക്കുക. രണ്ടാമത് നോക്കേണ്ടത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? NP കിട്ടി. അപ്പോൾ അത് രണ്ടും കിട്ടിയാൽ നമുക്ക് KD ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.